സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ ചാനൽ ചർച്ചകൾ കൊഴുക്കുകയാണ്. പ്രശ്നം വേറൊന്നുമല്ല, NSS ഈഴവ ഐക്യം തൽക്കാലത്തേക്ക് ഒരു അടഞ്ഞ അധ്യായമാണെന്ന് NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു. എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്? NSSൻ്റെ ഡയറക്ടർ ബോർഡ് കൂടിയിട്ട് പറഞ്ഞു, നമുക്കതിന് വേണ്ട. നമ്മുടെ നേരത്തെയുള്ള തീരുമാനവും നേരത്തെയുള്ള അഭിപ്രായവും നമ്മൾ നേരത്തെ രൂപപ്പെടുത്തിയതാണ്. സമദൂരം, എല്ലാവരുമായും സമദൂരം പാലിക്കുക നല്ലതാണ്. ഈ നായർ ഈഴവ ഐക്യം ഉണ്ടായതുകൊണ്ട് ആർക്കൊക്കെയോ എന്തൊക്കെയോ ദോഷമുണ്ടാകാൻ പോകുന്നു, മുസ്ലിങ്ങൾ ഭയവിഹുലരാകുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും കൂടെ അതിൽ വേണം, നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള ഒരു അജണ്ടയുമായിട്ട് നമ്മുടെ മാക്രി വെള്ളാപ്പള്ളി നടേശൻ ഇറങ്ങി. അപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതനുസരിച്ച് ബാക്കിയുള്ളവരെല്ലാം ചെയ്യണോ? ഒരാളൊരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഹിന്ദു സംഘടനകളെല്ലാം, നായരും ഈഴവരും മാത്രമല്ല ഹിന്ദുക്കൾ എന്ന് പറയുന്നത്, ബാക്കി ആൾക്കാരില്ലേ, നായരും ഈഴവരും മാത്രമേ ഹിന്ദുക്കളുള്ള, അവരെക്കാൾ കൂടുതൽ, അതായത് നായന്മാരെക്കാൾ കൂടുതലായിട്ട് ദളിതന്മാരുണ്ട് ഇവിടെ. അതെന്താ അവരെ കൂട്ടാത്തത്? അവരെ ഐക്യം വേണ്ടേ? ഈ വെറുതെ പറച്ചല് നായാടി മുതൽ നസ്രാണി വരെ. അപ്പൊ അവർക്ക് ഐക്യം വേണ്ട. ആരുമായിട്ട്? പാഴയ്ക്കിടയിലുള്ള ഹിന്ദുക്കളുമായിട്ടുള്ള ഐക്യം വേണ്ട. അവർക്കൊന്നും കൊടുക്കില്ല. എല്ലാം വെട്ടി വിഴുങ്ങണം. സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ഈഴവർക്കും നായർക്കും. അപ്പോ ഇപ്പൊ നായർ എന്ന് പറയുന്ന NSS എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായ വിദ്യാഭ്യാസവും വിവരമുള്ള ആൾക്കാരാണ്. അതുപോലെ ഈ മദ്യത്തിന്റെ കച്ചവടം മാത്രം ചെയ്ത് ഒരു സമൂഹത്തെ വഴിപിഴപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെ ഉള്ളവരല്ല പിന്നെ നായർ സൊസൈറ്റിയുടെ തലപ്പത്തിരിക്കുന്നത്. അവർക്കത് താല്പര്യമില്ല. അതിന് ഇവിടെ കുറെ ചാനലുകൾക്കാണ് സഹിക്കാൻ വയ്യാത്ത. മീഡിയ മലയാളം MM, ഒരു അലവലാതി പെണ്ണ്, അവളെ പേര് ധന്യാശേഖരൻ, അവള് ആക്ഷേപിക്കുകയാണ്. ഒരു പ്രായമുള്ള ഒരു വ്യക്തിയാണ്, അവളെ തന്തയുടെ നിന്നും പ്രായമുണ്ട് സുകുമാരൻ നായർക്ക്. പിന്നെ NSS എടുക്കുന്ന തീരുമാനങ്ങളോ അല്ലെങ്കിൽ സുകുമാരൻ നായർ പറയുന്ന അഭിപ്രായങ്ങളോ സാധാരണ നായന്മാരുടെ അല്ലാന്ന് അവളാണ് തീരുമാനിക്കുന്നത്. അവൾക്ക് എന്ത് കാര്യം തീരുമാനിക്കാൻ? ഒരു പാവപ്പെട്ട ഒരു പ്രായമുള്ള മനുഷ്യനെ താൻ ഇറങ്ങിപ്പോടോ എന്ന് ബാക്കി നായന്മാർ പറയും. ഇറങ്ങിപ്പോടോ, അതായത് തന്തേ വരെ ഇവളെല്ലാം ഇടോ പോടോ എന്ന് വിളിക്കും. അപ്പൊ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ അങ്ങനത്തെ ആണല്ലോ. അപ്പോൾ അവളങ്ങ് ആക്ഷേപിക്കുകയാണ് സുകുമാരൻ നായർ. എന്തിനാക്ഷേപിക്കണം? നിന്റെ എല്ലാം താല്പര്യങ്ങൾ അനുസരിച്ച് തന്നെ നായർ സർവീസ് സൊസൈറ്റി നടത്തിക്കൊണ്ട് പോകണം, അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റി തീരുമാനങ്ങൾ എടുക്കണം എന്ന് പറയാൻ നീ ആരാണ്? നീ ചാനൽ ചർച്ചയിൽ അവിടെ വരുമ്പോൾ ആ ചാനൽ ചർച്ചയിൽ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഒരാളിനെ ആക്ഷേപിക്കലല്ല. NSS എടുത്ത തീരുമാനം ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് വേണം. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് അവർക്ക് ശരികേടാവാം, അവർക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ശരികേടാവാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന തീരുമാനങ്ങൾ എടുക്കാൻ NSSനെ നിങ്ങൾ വിലക്ക് വാങ്ങിച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ എന്നിട്ട് SNDPയെ പറ്റി മിണ്ടുന്നേ ഇല്ല. സാധാരണക്കാരനായ നായർക്ക് വേണ്ടി എന്ത് ചെയ്തു NSS? അപ്പൊ സാധാരണക്കാരനായ ഈഴവന് വേണ്ടി ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന മദ്യവ്യാപാരി എന്താണ് ചെയ്തത്? എണ്ണി പറയേ. നിനക്ക് നീ, അതായത് നീ വെള്ളാപ്പള്ളിയുടെ സ്വന്തം ആളാണെങ്കിൽ നീ എണ്ണി പറ. എന്നിട്ട് പറയുന്നത് അതെന്താണ്? മുസ്ലിം ലീഗ് എന്തോ ഉണ്ടാക്കിയെന്ന്. മുസ്ലിം ലീഗ് എന്താണ് ഉണ്ടാക്കിയത്? എന്തൊക്കെയോ അനധികൃതമായി അല്ലെങ്കിൽ അർഹതപ്പെടാത്ത ഒരുപാട് സ്ഥാനമാനങ്ങൾ മുസ്ലിം ലീഗ് നേടിക്കൊണ്ട് പോയി, അല്ലെങ്കിൽ മുസ്ലിം സമുദായം നേടിക്കൊണ്ട് പോയി. എന്താണ് നേടിയത്? ഈ പറഞ്ഞ് മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. മുസ്ലിങ്ങളൊന്നും നേടിയിട്ടില്ല. വിദ്യാഭ്യാസ അതിലൊരു പൊട്ടൻ, ഈ ധന്യാശേഖരൻ്റെ കൂടെ പൊട്ടൻ പറയുന്ന കേട്ടില്ലേ, എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും ആർട്സ് കോളേജുകളൊക്കെ തുടങ്ങാനായിട്ട് മുസ്ലിം ലീഗ് വന്ന അനുമതി കൊടുക്കും, അവിടെ ശമ്പളം കൊടുക്കുന്ന ഗവൺമെന്റ് ആണെന്ന്. വിവരവും പിന്നെ ഇല്ലെങ്കിൽ, മനുഷ്യന്മാർക്ക് വിവരം ഇല്ലെങ്കിൽ, കാരണം ഇവനൊക്കെ ചാണകം തിന്നികളായിരിക്കും, ചാണകം തിന്ന് മൂത്രവും കുടിച്ച് അവന് ബുദ്ധി ഇല്ലാതാവും. അപ്പോൾ അത് പറയാണ് അവർക്ക് ശമ്പളം കൊടുക്കുക. ഈ ശമ്പളം കൊടുക്കുന്ന എങ്ങനെയാണ്, ആർക്കാണ് കൊടുക്കുന്നത്? ഗവൺമെന്റ്. അത് പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അതായത് എയ്ഡഡ് സ്കൂളുകൾ, എയ്ഡഡ് കോളേജുകൾ ഉണ്ടായിരുന്നു. അതിൽ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ് ശമ്പളം കൊടുക്കുന്നത്. ഇന്നെന്ന് പറയുന്നത് അനുമതി കൊടുക്കുന്നതെല്ലാം ആർട്സ് കോളേജിനായിരുന്നാലും
എഞ്ചിനീയറിംഗ് കോളേജിനായിരുന്നാലും മെഡിക്കൽ കോളേജിനായിരുന്നാലും അൺഎയ്ഡഡ് ആണ്. അതായത് ഈ സംഘടനകളോ അല്ലെങ്കിൽ വലിയ മുതലാളിമാരോ അവർ സ്വന്തം കാശ് മുടക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, അത് മെഡിക്കൽ കോളേജ് ആവാം, അത് ആർട്സ് കോളേജ് ആവാം, എഞ്ചിനീയറിംഗ് കോളേജ് ആവാം, സ്കൂളാവാം, അത് അവർ സ്വന്തമായിട്ട് പണം മുടക്കി ചെയ്ത് സ്വന്തം പണം എടുത്താണ് ഈ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത്. അത് അറിഞ്ഞുകൂടാത്ത വിവരമില്ലാത്ത ദോഷികളാണല്ലോ ഈ MM മീഡിയ മലയാളം എന്ന് പറഞ്ഞൊരു ചാനലിൽ വന്നിരുന്ന തെണ്ടിത്തരം പറയുന്നത്. ഒരു ബുദ്ധി വേണ്ടേ മനുഷ്യന്മാർക്ക്? അതായത് സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ പഠിച്ചിട്ട് സംസാരിക്കണം. ആ പെണ്ണിനും യാതൊരു വിവരമില്ല, ഈ വന്നിരുന്ന് പറയുന്ന അവനും വിവരമില്ല, എന്ത് ചെയ്യാനൊക്കെ. പിന്നെ വേറൊരെണ്ണം ABC മലയാളം, ABC മീഡിയ, അങ്ങനെ ഒരു മീഡിയയും ഇറങ്ങിയിട്ടുണ്ട്. അവരും വെള്ളാപ്പള്ളി നടേശനെ പൊക്കുന്നു, സുകുമാരൻ നായരെ ഇടിച്ചു താഴ്ത്തുന്നു. അവിടെയും മുസ്ലിം ലീഗ് എന്തോ കയറി ചെയ്തിട്ടാണ് അവർ പിന്മാറിയത്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്, കോൺഗ്രസ് AICC സ്വാധീനിച്ചാണ് സുകുമാരൻ നായർ മാറിയത്. അങ്ങനെയൊന്നുമല്ല, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഈ അതായത് സാമുദായിക പാർട്ടികൾ, അവർ പാർട്ടികളല്ല, പക്ഷെ പാർട്ടി എന്ന് പറയുന്ന സാമുദായിക പാർട്ടി ഉണ്ടാക്കിയ വെള്ളാപ്പള്ളി നടേശൻ്റെ മകനുണ്ടാക്കി, SNDPയുടെ പറ്റില്ല. പക്ഷേ SNDP ആയിരുന്നാലും NSS ആയിരുന്നാലും SNDPയിലുള്ള കൂടുതലും ആൾക്കാർ കമ്മ്യൂണിസ്റ്റുകാരാണ്. എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണത്. പിന്നെ NSSലുള്ള കൂടുതലും ആൾക്കാർ ഈ BJPക്കാരുമാണ്. അപ്പോൾ നേരത്തെ എല്ലാം RSSൽ പ്രവർത്തിച്ചിരുന്നവരുണ്ടൊക്കെ ഉണ്ട്. ഈ സുകുമാരൻ നായർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പണ്ട് കാക്കിയിട്ടുണ്ട് നടന്ന ആളാണ്. അപ്പോൾ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, അവരവർക്ക് ഇഷ്ടം. ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്ന അവകാശങ്ങൾ അനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ള അവകാശങ്ങൾ ഭരണഘടന ഉറപ്പ് ചെയ്തിട്ടുള്ള അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. പക്ഷെ എന്തായാലും ശരി, ഈ മതസംഘടനകളായിരുന്നാലും സാമുദായിക സംഘടനകളായിരുന്നാലും ഈ അർദ്ധ സൈനിക വേഷം ധരിച്ച് ഇങ്ങനെയുള്ള ആയുധ പരിശീലനം നടത്തുന്നതിനെയൊക്കെ നിരോധിക്കണം. വേറെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചാനലുകളിലായിരുന്നാലും ശരി, പത്രങ്ങളിലായിരുന്നാലും ശരി, സോഷ്യൽ മീഡിയകളിലായിരുന്നാലും ശരി, വെറുപ്പും വിദ്വേഷവും പലർത്തുന്ന അങ്ങനെയുള്ള ചാനലുകളെയും പത്രങ്ങളെയും ടെലിവിഷനുകളെയും ഇതിനെയെല്ലാം നിയന്ത്രിക്കാൻ ഒരു നിയമം കൊണ്ടുവരണം കേരളത്തിൽ. കർണാടകയിൽ അത് നമുക്ക് ഒരു മാതൃകയാക്കണം. അതായത് വെറുപ്പും വിദ്വേഷവും വെറുതെ അങ്ങ് പ്രചരിപ്പിക്കുകയാണ് മനുഷ്യരുടെ ഇടയിൽ. ഇവർക്കൊക്കെ എന്താണ് ഇതൊക്കെ ഒരു സെൻസ് സാഡിസ്റ്റുകൾ എന്നാണ് അവരെ വിളിക്കുന്നത്. അതായത് മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ സന്തോഷിക്കുന്നു. അപ്പോൾ മറ്റുള്ളവർക്കുള്ള ദുഃഖം കാണുമ്പോൾ സന്തോഷിക്കുന്നവനെയാണ് സാഡിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാഡിസം ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ പടർന്ന് പിടിക്കുകയാണ്. കാരണം അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവിടെയുള്ള ചാനലുകളും ഇവിടെയുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകളുമാണ്. അതായത് അവർക്ക് കിട്ടുന്ന പരസ്യങ്ങളും അവർക്ക് കിട്ടുന്ന റീച്ചുകളും, അതായത് വ്യൂവേഴ്സിന് ഒരുപാട് കിട്ടും, കാണികൾ ഒരുപാട് കിട്ടും. അങ്ങനെ വരുമ്പോൾ അവർക്ക് പരസ്യങ്ങൾ ഒരുപാട് കിട്ടും. അങ്ങനെ കുറേ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഇതിനെതിരെ ഗവൺമെൻറ് നിർബന്ധമായി, UDF ഗവൺമെൻറ്റാണ് ഇവിടെ അധികാരത്തിൽ വരുന്നതെങ്കിൽ നിർബന്ധമായും വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന, മതസൗഹാർദ്ദം തകർക്കുന്ന ഇങ്ങനെയുള്ള മീഡിയകൾക്കെതിരെ ഒരു നിയമം ഉണ്ടാക്കണം. അങ്ങനെയുള്ളതിനെയൊക്കെ പൂട്ടിക്കെട്ടണം. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം ഈ 3 സമുദായങ്ങളാണ് കേരളത്തിലുള്ളത്. പിന്നെ എന്ന് പറയുന്നത് ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ് ദളിതന്മാർ. അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഏത് നായരും ഈഴവന് ശ്രമിച്ചിട്ടുണ്ട്? ഈ ഈഴവനെ എങ്ങനെയാണ്, ആരാണ് ഉയർത്തിക്കൊണ്ട് വന്നത്? അതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പോൾ ചരിത്രം പഠിക്കണം, എല്ലാവരും ചരിത്രം പഠിക്കണം. മാറുമറയ്ക്കാൻ അവർക്ക് അവകാശമില്ലായിരുന്നു. സ്വന്തം വീട്ടിലെ പശുവിൻ്റെ പാല് കറക്കാൻ പോലും ഈഴവന് അവകാശമില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? ഈ നിയമങ്ങളൊക്കെ മാറ്റി എഴുതിയത് ആരാണ്? ഈ മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണ്? അതൊക്കെ നമ്മൾ പിന്നോട്ട് പോകണം. നമ്മൾ വന്ന വഴി നമ്മൾ തിരിഞ്ഞു നോക്കണം വല്ലപ്പോഴും. ഇപ്പൊ പണമുണ്ട്, പ്രതാപമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈഴവൻ, പഴയ പാവപ്പെട്ട ഈഴവൻ ഇന്നും പാവപ്പെട്ട ഈഴവൻ തന്നെയാണ്. ഇവിടെ ഈ ബാക്കിയുള്ള സമുദായങ്ങളുടെ കാര്യം പറയും, നായരും മറ്റോരും ഒക്കെ കുറഞ്ഞ പണി ചെയ്യുന്നു. അപ്പൊ ഈ ദളിതൻ കുറഞ്ഞ പണി ചെയ്യുന്നതാ? അത് അവർ ഹിന്ദുക്കളല്ലേ? അല്ല, അവർ മനുഷ്യരല്ലേ? അവരെന്താ മനുഷ്യന്മാരായിട്ട് കൂട്ടാത്തത്? വിദ്യാഭ്യാസപരമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. വെള്ളാപ്പള്ളിക്ക് എന്ന് പറഞ്ഞാൽ അതിന് സമയമില്ല. വെള്ളാപ്പള്ളി സ്വന്തം കാശ് മുടക്കി ഒന്നും ഉണ്ടാക്കില്ല. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ
അനുമതിയോടുകൂടി ഗവൺമെന്റിന്റെ സൗജന്യത്തിൽ കിട്ടിയ സ്ഥാപനങ്ങൾ മാത്രം, അത് തന്നെയും സ്വന്തം പേരിൽ, ഭാര്യയുടെ പേരിൽ, മകന്റെ പേരിൽ, അല്ലെങ്കിൽ മരുമകളുടെ പേരിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി ഭരിക്കുന്നു. പിണറായിയുടെ ഏറ്റവും അടുത്ത ദോസ്താണ് പിണറായിയുടെ ജിഹ, അതായത് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ. അപ്പോൾ പിണറായിക്ക് പറയാനുള്ളത് ഈ നമ്മുടെ വെള്ളാപ്പള്ളി മുഖാന്തരമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ പത്മഭൂഷൺ കിട്ടി. ഏത് പട്ടിക്ക് വേണം എന്ന് ചോദിച്ച മനുഷ്യനാണ്. ആർക്ക് പൈസ കൊടുത്താൽ കിട്ടുമല്ലോ പത്മഭൂഷൺ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് 120 128 കേസുകൾ നിലവിലുണ്ട് വെള്ളാപ്പള്ളിയുടെ പേരിൽ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ആദ്യമായിട്ട്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പത്മഭൂഷൺ കിട്ടുന്നത്. ഇത്രയും വൃത്തികെട്ട ഒരു ചെറ്റയ്ക്ക് പത്മഭൂഷൺ കൊടുത്ത് അതിനേക്കാൾ ചില ആൾക്കാർ, അതായത് പൈസ വാങ്ങിച്ചാണ് ചാനലിൽ വന്നിരുന്ന് ചലയ്ക്കുന്നത്. ഈ കുരയ്ക്കുന്നതിനൊക്കെ മനുഷ്യന്മാർ, മറ്റുള്ള മനുഷ്യർ ഏത് രീതിയിൽ കണക്കാക്കുമെന്നെങ്കിലും ചിന്തിക്കണ്ടേ. നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? നമ്മളെല്ലാം അധ്വാനിച്ച് ജീവിക്കേണ്ടതുണ്ടെങ്കിൽ ഒരുത്തരെയും ഭയക്കേണ്ട കാര്യമില്ല. പറയാനുള്ള അഭിപ്രായം തുറന്നു പറയണം. അപ്പൊ ഇത് പറയാതെ ആർക്കെങ്കിലും വേണ്ടി കുരയ്ക്കരുത് വന്നിരുന്നു. ചാനലുകളിൽ പാവപ്പെട്ട, അതായത് സുകുമാരൻ നായർ യാതൊരു തണ്ടിത്തരവും ഇന്നുവരെ കാണിച്ചിട്ടില്ല. അപ്പൊ സുകുമാരൻ നായർ അങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. ആക്ഷേപിക്കുന്നേ വെള്ളാപ്പള്ളിയെ ആക്ഷേപിക്കണം. കാരണം 24 മണിക്കൂറും വന്നിരുന്ന് വെറുപ്പും വിദ്വേഷവും പറയുന്നത് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ മുസ്ലിം ലീഗിനെ അല്ലല്ലോ പറഞ്ഞത്, മുസ്ലിങ്ങളെ മൊത്തത്തിലാണ് പറഞ്ഞത്. മുസ്ലിങ്ങൾ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല മലപ്പുറത്ത് പോയി അന്വേഷിച്ചാൽ അറിയാൻ കഴിയും. അവിടെയുള്ള ആളുകൾ എത്ര സമാധാനത്തിലും സന്തോഷത്തിലും സൗഹൃദത്തിലും സഹകരിച്ചുമാണ് കഴിയുന്നത്. ആ സഹകരണവും സന്തോഷവും ഒന്നും ഈഴവർക്കിടയിലില്ലല്ലോ. പിന്നെ ബാക്കി പറയുന്നത് എന്തിന്? ഈഴവ സമുദായത്തിന്റെ ഇടയിൽ ഇല്ലാത്ത ആ സഹകരണവും സന്തോഷവും സൗഹൃദവും ഒന്നും പിന്നെ അതിനേക്കാൾ മെച്ചപ്പെട്ടതായിട്ട് ഇവിടെ മലപ്പുറത്ത് പോയാൽ കഴിയാൻ കഴിയും. മലബാർ ഭാഗത്ത് അവരെല്ലാം വളരെ സന്തോഷത്തിലാണ് കഴിയുന്നത്. അവർക്ക് മുസ്ലിങ്ങളെന്നോ ഹിന്ദുക്കളെന്നോ ക്രിസ്ത്യാനികളെന്നോ വേർവേരില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ പോയി മലപ്പുറത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ മലബാർ ഭാഗത്തോട്ട് നോക്കിയാൽ അറിയാം, പണ്ട് കാലങ്ങളിൽ അവിടെ വിദ്യാഭ്യാസം മുസ്ലിങ്ങൾക്ക് വളരെ കുറവായിരുന്നു. പെൺകുട്ടികൾ സ്കൂളിലും കോളേജിലും ഒന്നും അങ്ങനെ കൂടുതലായിട്ട് പോകില്ലായിരുന്നു. പിന്നെ പുരുഷൻ, അതായത് വിദ്യാർത്ഥികളായിട്ടുള്ള ആൺപിള്ളേർ പോലും അങ്ങനെ കൂടുതലായിട്ട് പോകില്ല. അവരെന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്ത് അങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പൊ അവർ വിദ്യാഭ്യാസപരമായിട്ട് മെച്ചപ്പെട്ടു. പണ്ട് കാലത്ത് അവിടെ പഠിപ്പിക്കാൻ പോയിട്ടുള്ളതെല്ലാം തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ അറിയാം, അവരൊന്നും ഇന്ന് മലപ്പുറം വിട്ടു പോയിട്ടില്ല. അവരൊക്കെ അവിടെ താമസിക്കുന്നില്ല. അപ്പോൾ അവർ മോശക്കാരാണെങ്കിൽ അവിടെ താമസിക്കും തുടർന്നു. അവരെ സന്തോഷം, അവരുടെ സ്നേഹം എന്തൊക്കെയാണെന്ന് അവിടെ ജീവിച്ചവരോട് ചോദിക്കണം. അല്ലാതെ വന്നിരുന്ന് ചാനലിൽ വന്നിരുന്ന് തെണ്ടിത്തരം പറഞ്ഞ് മനുഷ്യരെ തമ്മിൽ വേർതിരിവുണ്ടാക്കി വർഗീയ വിദ്വേഷം പരത്തുന്ന ഈ പരിപാടി നിർത്തണം. ഇങ്ങനെയുള്ള ചാനലുകളെ പൂട്ടിക്കെട്ടാൻ വേണ്ടി, ഇങ്ങനെയുള്ള ചാനലുകളിൽ ഇങ്ങനെ അവതരണം നടത്തുന്നവരെക്കെതിരെ ശക്തമായ കേസെടുത്ത് അവരുടെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശരിയായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ശരി, മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതാണ് പിന്നെ കോൺഗ്രസ് ചെയ്യുന്നതെന്ന്. കോൺഗ്രസ് എങ്ങനെ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നത്, എങ്ങനെയാണ് പ്രീണിപ്പിക്കുന്നത്? മുസ്ലിങ്ങൾ എന്താണ്, അതായത് ഇപ്പോൾ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റാണ്. എന്തായാലും ശക്തമായ രീതിയിൽ തന്നെയാണ് മുസ്ലിങ്ങൾക്കെതിരാണ് പിണറായി. എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പിണറായി അല്ല, കമ്മ്യൂണിസ്റ്റുകാരനായി പോയില്ലേ, അതുകൊണ്ട് പറയുന്നത് വെള്ളാപ്പള്ളി മുഖാന്തരം പറയിക്കുന്നു എന്നാണ്. പക്ഷേ പിണറായിക്ക് വേണോ ഈ ഗവൺമെന്റ് ആണല്ലോ എല്ലാ പിന്നെ വകുപ്പിന്റെയും ചുമതലകൾ എല്ലാം ഇവിടെ LDF തന്നെയാണല്ലോ ഭരിക്കുന്നത്, കൈകാര്യം ചെയ്യുന്നത്. അവരെടുത്തിട്ട് മുസ്ലിങ്ങൾ എന്തെല്ലാം പിന്നെ അനധികൃതമായി അല്ലെങ്കിൽ അർഹതപ്പെട്ടല്ലാതെ ഏതെല്ലാം പിന്നെ എന്തെല്ലാം നേടിയിട്ടുണ്ടെന്ന് ഒരു ധവളപത്രം ഇറങ്ങണം. അപ്പോൾ അത് ബാക്കിയുള്ള സമുദായങ്ങളും കൂടെ അത് കണ്ട് കേട്ട് പഠിക്കട്ടെ. MS-ന് എത്ര കോളേജുണ്ട്, SNDPക്ക് എത്ര കോളേജുണ്ട്, NSSന് എത്ര കോളേജുണ്ട്, ഇതിലെല്ലാം അൺഎയ്ഡഡും എയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകളും കോളേജുകളെയും എഞ്ചിനീയറിങ്ങിനായിരുന്നാലും ഇതിനെല്ലാം പറ്റി ഒരു ധവളപത്രം ഇറക്കട്ടെ. അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. കണ്ടില്ല കേട്ടില്ല ബുദ്ധിയില്ലാത്തവരാണ്, മണ്ടന്മാരാണ്, വിഡ്ഢികളാണ്, വടക്കേ ഇന്ത്യക്കാരെ പോലെ എന്ന് കേരളത്തിലുള്ള ജനങ്ങളെ നിങ്ങൾ പറയിക്കണ്ട. നിങ്ങൾ അതായത് ഇതിന് ഒരു പരിഹാരം നിങ്ങൾ കാണണം. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക, അല്ലെങ്കിൽ പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ ഇത് നിലനിർത്തുക. മുസ്ലിങ്ങൾ എന്തൊക്കെയോ അങ്ങ് നേടിയതാണ്. എന്താണ് നേടിയതെന്ന് അക്കമിട്ട് പറയണം. മുസ്ലിങ്ങൾ എന്താണ് നേടിയത്? അനധികൃതമായി അല്ലെങ്കിൽ അർഹതപ്പെട്ടത് പോലും ഇതുവരെ മുസ്ലിങ്ങൾ നേടിയിട്ടില്ല. അതാണ് എൻ്റെ ചരിത്രം. പിന്നെ വിദ്യാഭ്യാസപരമായി ഇപ്പൊ അവർ മെച്ചപ്പെടുന്നു. കാരണം എങ്ങനെ? ഗൾഫ് ഇറങ്ങി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പുറം രാജ്യങ്ങളിൽ പോയി പണി ചെയ്യുന്നു. ഇവിടെ ഇവര് വെള്ളാപ്പള്ളി ചെയ്യുന്ന പറഞ്ഞാൽ പാവപ്പെട്ട ഈഴവനെ കുടിപ്പിച്ച് കിടത്തുന്നു. അത്ര തന്നെ പ്രശ്നം, അല്ല വേറൊന്നുമല്ല. മുസ്ലിങ്ങളെ കൂടുതലായിട്ട്
കുടിക്കുന്നവരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, മദ്യം കുടിക്കുന്ന മുസ്ലിങ്ങളുണ്ട് പേരുകാരായ. അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഈ പിണറായിയുടെ ബിസിനസ്സിന് യാതൊരു കാരണവശാലും എവരിൽ നിന്നൊരു സഹായം കിട്ടാനില്ല. അപ്പൊ അതാണ് വിഷമം. ഇപ്പൊ മുസ്ലിങ്ങൾ ഉയർന്നു പോകുന്നു, അതിലാണ് മുസ്ലിങ്ങൾ ഉയർന്നതിന്റെ ഗുണം വെള്ളാപ്പള്ളിക്കും കിട്ടി. മകൻ അകത്തായപ്പോഴത്തേക്ക് അവിടെ യൂസുഫ് അലി വിചാരിച്ചുകൊണ്ടാണ് ഇറക്കാൻ കഴിഞ്ഞത് ഫ്രോഡ് കേസുകൾ. അപ്പൊ ഏതെല്ലാം തരത്തില് മുസ്ലിങ്ങളെ നാറ്റിക്കാനൊക്കെ, മുസ്ലിങ്ങളെ ഈ സമൂഹത്തില് ബാക്കിയുള്ള സമുദായങ്ങൾ വെറുപ്പിക്കും, അതായത് വെറുക്കാൻ എങ്ങനെയൊക്കെ പ്രചോദനം ചെയ്യാനൊക്കെ, അതെല്ലാം അവർ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സോഷ്യൽ മീഡിയ. ഇതിനെതിരെ അതായത് നിങ്ങൾ സത്യം പറയുക, നിങ്ങൾ കണക്കുകൾ എടുക്കണം. മുസ്ലിങ്ങൾ ഇന്ന അനധികൃതമായിട്ട് അല്ലെങ്കിൽ അർഹതപ്പെട്ടതല്ലാതെ നേടിയിട്ടുണ്ടെന്ന് പറയാൻ ഏതെങ്കിലും ഒരു ചാനൽ തയ്യാറായി കൊണ്ടുവരണം. ഇന്ന അക്കമിട്ട് നിരത്തി പറയണം മുസ്ലിങ്ങൾ ഇങ്ങനെ, അതെല്ലാം വിട്ടുകൊടുക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാണ്. മുസ്ലിം ലീഗ് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ പറയണം. ജനസംഖ്യാനുപാതികമായി എന്തെങ്കിലും മുസ്ലിങ്ങൾ നേടിയിട്ടുണ്ട്. ഇപ്പോ 25 കോടി മുസ്ലിങ്ങളുണ്ട് ഇന്ത്യയിൽ. ഒരു മന്ത്രി ഉണ്ടാ കേന്ദ്രത്തിൽ, ഒരു മുസ്ലിം മന്ത്രി ഉണ്ടാ? ആരുടെങ്കിലും പരാതി പറയാൻ പോയാ ഞങ്ങൾക്ക് മന്ത്രി ഇല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിക്കുന്ന ഇല്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് മന്ത്രി വേണമെന്നൊന്നുമില്ല. ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഏത് രീതിയിലും സേവിക്കാം, അതിന് മന്ത്രി ആവണമെന്നൊന്നുമില്ല. അപ്പോൾ ഇപ്പൊ തന്നെ എടുത്തു നോക്കണം, നമ്മൾ മുസ്ലിങ്ങൾ 28% ഉണ്ട് കേരളത്തിൽ. എത്ര മന്ത്രിമാരുണ്ട്, ഏതെല്ലാം വകുപ്പുകളുണ്ട്? അപ്പൊ അതിനെപ്പറ്റിയൊന്നും ഒരു ആവലാതിയും മുസ്ലിങ്ങൾക്കില്ല. ആരെന്ത് കാണിച്ചാലും അതെല്ലാം ദൈവം തമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതനുസരിച്ചേ നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് വെറുതെ പുകമറ സൃഷ്ടിച്ച് വെറുതെ വെറുപ്പും വിദ്വേഷം ഉണ്ടാക്കി ഈ സമൂഹത്തിൽ ഇല്ലാത്ത കലാപം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. മുസ്ലിങ്ങൾ എന്തൊക്കെയോ നേടി, മുസ്ലിങ്ങൾക്ക് നമ്മൾ എതിരാവണം എന്നുള്ള രീതിയിലുള്ള ഈ ചാനൽ ചർച്ചകളും ഈ ചാനൽ മുതലാളിമാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിന്നെ എന്ത് കിട്ടുമെന്നും പറഞ്ഞ് അതിനു വേണ്ടി കുരയ്ക്കുന്ന ഈ പരിപാടി നിർത്തണമെന്നാണ് എനിക്ക് ഈ ചാനലിലെ അവതാരകരോടും അത് നടത്തിക്കൊണ്ട് പോകുന്നവരോടും എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.